എൻ്റെ പേര് വിഷ്ണു. കല്ലടിക്കോട് താമസം, കളപ്പാറ പറഞ്ഞതാണ്. എൻ്റെ വൈഫ് സന്ധ്യ. അവൾക്കൊരു ട്രീറ്റ്മെൻറ്റായിട്ട് 4-5 വർഷമായിട്ട് ഞങ്ങൾ ശ്രീ ചിത്രയിലായിരുന്നു തിരുവനന്തപുരം ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ ഇപ്പോൾ തലയിലൊരു മുഴ അതാണ് പറഞ്ഞിട്ട് സർജറി വേണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടിപ്പോൾ പെട്ടെന്ന് സർജറിക്കായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനും സുഖമില്ലാത്ത ആളാണ്, കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ എനിക്ക് നട്ടലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അച്ഛൻ ഒരു സൈഡ് തളർന്ന് കിടക്കുകയാണ്. സാമ്പത്തികമായിട്ട് നല്ല ടൈറ്റാണ്. ഞാനിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഇപ്പോൾ ഇവൾക്ക് ട്രീറ്റ്മെൻറ്റായിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മരുന്നും കാര്യങ്ങളൊക്കെ. ചിത്രയിൽ പോയപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് സുഖമില്ലാണ്ട് പോയപ്പോൾ ഒരു സർജറി പെട്ടെന്ന് വേണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന ഇത് എല്ലാം ഞാൻ ചെയ്തു. പക്ഷേ ഇനി ഓപ്പറേഷൻ ഉള്ളത് എന്നെക്കൊണ്ട് താങ്ങുന്നില്ല. അതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ 4-5 വർഷമായിട്ട് ഇപ്പോൾ അവൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോകണം. 4-5 കൊല്ലം മുന്നേ എനിക്ക് വയ്യാണ്ടായി. അപ്പം തലചുറ്റലും വെയിറ്റ് ലോസൊക്കെ ആയപ്പോൾ ഷുഗറാണ് പറഞ്ഞിട്ട് ഇവിടെ എല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ എന്ത് ചെയ്തിട്ടും ശരിയായില്ല. ലാസ്റ്റാണ് തിരുവനന്തപുരത്തേക്ക് പോകാൻ പറഞ്ഞത്. അപ്പോഴാണ് അറിഞ്ഞത് കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഡിസീസാണ്. അത് തലയിലൊരു ചെറിയ മുഴയുണ്ട്, തലച്ചോറിൻ്റെ ഉള്ളിലാണ്. അപ്പം മരുന്ന് കഴിച്ചിട്ട് വന്ന് നോർമലാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് മരുന്ന് ലൈഫ് ലോങ് കഴിക്കേണ്ട വരും. അപ്പോൾ അത് കഴിച്ചിട്ടും നല്ല വിലയുള്ള മരുന്നാണ്. അത് കഴിച്ചിട്ടും ക്ലിയർ ആയില്ല. ഇപ്പോൾ ഈ ഒരു 5-6 മാസം മുന്നേ ഒരു ഛർദിയും ഇതൊക്കെ ആയപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാണിച്ചപ്പോൾ അവർ പെട്ടെന്ന് ഒരു സ്കാനിങ് എടുക്കണം പറഞ്ഞു. സ്കാനിങ് എടുത്തതിൽ തലച്ചോറിൻ്റെ ഉള്ള മുഴ ഒന്നും കൂടി വളർന്ന് വലുതായിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളയാനും പറഞ്ഞു. സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. പിന്നെ വായൊക്കെ കയപ്പ് പോലെ, ഛർദി, കണ്ണൊക്കെ ഒരു മങ്ങൽ പോലെ, പിന്നെ ഒന്നും പണിയെടുക്കാനൊന്നും വയ്യ. ഞാനിപ്പോൾ എത്ര ദിവസം വീട്ടിലായിരുന്നു, റെസ്റ്റ് എടുത്തിട്ട് വീട്ടിലായിരുന്നു. അപ്പോൾ എനിക്ക് നാളെ തിരുവനന്തപുരത്തേക്ക് പോകണം പറഞ്ഞപ്പോൾ അച്ഛൻ കൊണ്ടുവന്ന് ആക്കി തന്നാണ്. പണിയെടുക്കാനൊന്നും വയ്യ ആദ്യത്തെ പോലെ. വർക്കിന് പോവായിരുന്നു, ഇപ്പം അതിനും വയ്യ. ഞാൻ കേബിൾ TV പിരിക്കാൻ. അപ്പം അത് നല്ല നടക്കണം. എനിക്ക് നടക്കാനൊന്നും വയ്യ. ഛർദിയും നടക്കാനൊക്കെ ഭയങ്കര ബാലൻസ് കുറവാണ്. അപ്പോൾ അത് കാരണം പോകണില്ല. 2 മാസമായി പണിക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞങ്ങളിപ്പോൾ കല്ലടിക്കോട് ചക്കാന്തൊടി എന്ന് പറയുന്ന സ്ഥലത്താണ്. കല്ലടിക്കോട് 4-ാം വാർഡിൽ താമസിക്കുന്ന വിഷ്ണുവിൻ്റെ വീട്ടിലാണ്. വിഷ്ണുവിൻ്റെ ഭാര്യ തലയിൽ ഒരു മുഴ വന്ന് ശ്രീചിത്രയിലെ ചികിത്സയിലാണ്. ഈ അവസരത്തിൽ വിഷ്ണുവും ആരോഗ്യ സംബന്ധമായ കുറേ പ്രശ്നങ്ങൾ അവനെയും അലട്ടുന്നുണ്ട്. പ്രായമായ അച്ഛനും അമ്മയും പഠിക്കുന്ന 2 മക്കളുമാണ്. അവനും ജോലിക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ ചികിത്സയും കുട്ടികളുടെ തുടർ പഠനവും അച്ഛൻ്റെയും അമ്മയുടെയും ഈ വാർദ്ധക്യത്തിലുള്ള സാഹചര്യങ്ങളുമെല്ലാം കൂടി അവനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ സാമൂഹ്യമായ ഒരു പ്രതിബദ്ധത വെച്ചു പുലർത്തുന്ന നമ്മുടെ നാട് വിഷ്ണുവിനെയും കുടുംബത്തെയും ചേർത്ത് നിർത്തുകയും അവനവനാൽ കഴിയുന്ന അത് 1 രൂപയാണെങ്കിൽ പോലും അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്ത് ഈ കുടുംബത്തെ സഹായിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇതിൽ എല്ലാവരും ചേർത്ത് നിർത്തി ആ കുടുംബത്തെ രക്ഷിക്കണമെന്നുള്ള ഒരു വിശ്വാസപൂർവ്വമുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇവിടെ നടത്തുന്നത്. നാളെ ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് 2-2.5 ലക്ഷം രൂപയോളം സർജറിക്ക് ആകുന്ന പറഞ്ഞേക്കണ്. ഇപ്പോൾ എന്നെക്കൊണ്ട് സാമ്പത്തികം പറ്റില്ല. ഞാനിപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് എന്നെ സഹായിക്കണം. മരുന്ന് ഒരു 2-2.5 ലക്ഷം രൂപയാണ് ഓപ്പറേഷൻ്റെ ഇത് പറഞ്ഞേക്കണം, മരുന്നിനെല്ലാം കൂടി. ചിത്രയിലാണ്. അത് കാരണം കൊണ്ട് എനിക്ക് ഇത് എല്ലാവരും ഒന്ന് സഹായിച്ച് ഇതാക്കി തരണം.